ഈ കഴിഞ്ഞ ദിവസം ദുബൈയിൽ ഒരു റൂമിൽ താമസിക്കുന്ന 2 ബാച്ചിലേഴ്സ്, 2 പേരും വിവാഹിതരാണ്. 2 പേർക്കും ഭാര്യമാരുണ്ട്, 2 പേർക്കും 2 പിള്ളേരുണ്ട്. ഒരു സ്നേഹിതൻ നാട്ടിൽ വന്ന മനോഹരമായ 4000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതും അതിൽ കെട്ടി വോൾസ് വാഗന്റെ കാറും മേടിച്ച് മുറ്റത്തിട്ടും വെച്ച് അതിൻ്റെ എല്ലാം കൂടെ പടമെടുത്തോണ്ട് വീട് പ്രതിഷ്ഠയും കഴിഞ്ഞ് തിരിച്ച് ദുബൈയിൽ ചെന്ന് കൂടെ താമസിക്കുന്ന സ്നേഹിതനെ കാണിച്ചു. അവൻ ആൽബം എല്ലാം മറച്ചപ്പോഴാണ് ഈ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ പടം ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ ഒരു സിനിമാ നടിയെക്കാട്ടി ബ്യൂട്ടിയിലാണ് പുള്ളിക്കാരത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാര്യ വളരെ സുന്ദരിയാണല്ലോ. ഉടനെ പറഞ്ഞു, അവളാണ് ഈ വീടെല്ലാം പണിയിപ്പിച്ചത്, അവളാണ് ഈ കാറ് മേടിച്ചത്, അവളാണ് ഈ പിള്ളേരെല്ലാം പഠിപ്പിച്ചത്. ഓരോ വാക്കും പറയും ഇവൻ്റെ അകത്ത് ഇങ്ങനെ അവളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചു വരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല, എൻ്റെ ഭാര്യ ഇന്ന് വരെ കാറ് മേടിച്ചിട്ടില്ല, എൻ്റെ ഭാര്യ ഇതുപോലെ ഒരുങ്ങി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോയ്ക്ക് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റവൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ പടം ഒന്ന് കാണിച്ച്. ഉടനെ അവൻ്റെ ഭാര്യയുടെ പടം കാണിച്ചപ്പോൾ പൗഡർ ഇടാതെ, മുഖത്ത് പൊട്ടിയിടാതെ, പുരികം പഠിക്കാതെ, ലിപ്റ്റിക്ക് തേക്കാതെ ഒരു കൊച്ച. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാച്ചുറലായ സൗന്ദര്യമാണ് ഈ കാണുന്ന. എൻ്റെ ഭാര്യയുടെ മുഴുവൻ ആർട്ടിഫിഷ്യലാണ്, നിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം നാച്ചുറലാണ്. അവൾ പൗഡർ ഇടാതെ, സോപ്പ് ഇടാതെ, ലിപ്റ്റിക് ഇടാതെയും ക്യൂട്ടക്സ് പുരട്ടാതെയും പുട്ടി മുഖത്തിടാതെയും ഒക്കെ ഉണ്ടായ ഒരു സൗന്ദര്യം. എൻ്റെ ഭാര്യയുടെ ഈ കാണുന്ന മുഴുവൻ അവൾ ആഴ്ചയിൽ 7000 രൂപ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഭാര്യ സുന്ദരിയാന്ന് അവൻ ആദ്യം പറഞ്ഞ് ഇവൻ കേൾക്കുക. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 പേരുടെയും ജോലി കമ്പനി ലേ ഔട്ടായി, ജോലി അങ്ങ് പോയി. ജോലി പോയപ്പോഴത്തേന് വീട് വെച്ചിട്ട് വന്നവന് പ്രഷർ കൂടുന്നു, ഞരമ്പ് പൊട്ടുന്നു, തലകറക്കം വരുന്നു, ആകെ പ്രശ്നമായി. മറ്റവൻ കൂളായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് അവൻ ചോദിച്ചു, നിനക്കെന്നാ പ്രഷർ കൂടുന്നു? ഉടനെ പറഞ്ഞു, ആ വീടിൻ്റെ പൈസ മുഴുവൻ ലോണാണ്, കാറിൻ്റെ പൈസ മുഴുവൻ ലോണാണ്, വലിയൊരു ബാധ്യത കിടക്കുക, ഇത് മുഴുവൻ അവൾ വരുത്തി വെച്ചതാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവൻ്റെ ഭാര്യയെ വിളിച്ചു, എടി എൻ്റെ ജോലി പോയി, എന്തോ ചെയ്യണം? അവൾ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പോരെ, അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട്, ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ 13 വർഷം ചെലവ് നടത്തിയത് ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയും കോഴിയെ വളർത്തിയും കിട്ടിയ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ വീട്ടിലെ കാര്യം നോക്കുമായിരുന്നു. അച്ഛൻ അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട്, നമുക്ക് 5 പൈസ കടമില്ല, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു, ഒരാൾക്ക് പ്രഷർ കൂടി. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. പുറമേ കാണുന്ന സൗന്ദര്യമല്ല പ്രിയവരെ സൗന്ദര്യം എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നാളെ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീട് ഒലിച്ചു പോയാൽ എൻ്റെ വീട് തകരാതെ നിൽക്കാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് ഗ്രഹിച്ചിട്ട് നന്നായി നടത്തുന്ന ഭാര്യയുടെ പേരാണ് വിവേകമുള്ള ഭാര്യ. മനസ്സിലാകുന്നുണ്ടല്ലോ. വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഭാര്യയാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഭർത്താവ് റെയിൽവേ പാളത്തിൽ ചാടേണ്ടി വരത്തില്ല, 1.5 മുഴം കയർ അന്വേഷിക്കേണ്ട കാര്യം വരത്തില്ല, ഞാനാ പൊട്ടാത്ത ഫാൻ ഏതാണെന്ന് നോക്കേണ്ട കാര്യം വരത്തില്ല, അല്ലെ പ്രഷർ കൂടി ഞരമ്പ് പൊട്ടിപ്പോവും. അതുകൊണ്ട് മോളെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ ലഭിക്കുന്ന ചെറുതും വലുതുമാകുന്ന സാഹചര്യം കൊണ്ട് നന്നായിട്ട് പോകാനായിട്ട് തയ്യാറാകണം. പിന്നെ ഈ സംശയം എന്ന രോഗം ആർക്കും ഉണ്ടാകാതിരിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു ഭർത്താവ് കല്യാണം കഴിച്ച് പോയി ഭാര്യയും കൂടെ കൊണ്ടുവന്ന് അമേരിക്ക കൊണ്ടുപോയി. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൾ ചില സോഷ്യലായിട്ട് ഇടപെടുന്ന എല്ലാവരുമായിട്ടൊരു സ്വാധീനം ചിരിക്കുന്നു. അവളോട് ചെന്നപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു, അവളും ഹായ് പറയാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായി സഹകരണമായി. അപ്പം പള്ളിയിൽ ചെന്നാലും ജോലി സ്ഥലത്ത് ചെന്നാലും ഇവർക്ക് ഒരു പ്രാതിനിധ്യം കൂടുതൽ, ഇവൻ എന്തോ ഒരു തടയപ്പെടുന്ന ഒരു തോന്നലൊക്കെ ആയപ്പോൾ ഇവനകത്ത് സംശയമായി. ഇങ്ങനെ സംശയമൊക്കെ ആയിട്ട് ഇവനിരിക്കുമ്പോൾ അവന് തോന്നി ഞാനല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഇവളുമായിട്ട് സ്നേഹം ഉണ്ടെന്നൊക്കെ ഒരു ചിന്ത, തെറ്റായ ചിന്ത. അവൾ നല്ല കൊച്ചാ, പക്ഷെ ഇവൻ അങ്ങനെ തെറ്റായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു രാത്രി ഇവിടെ വന്ന് ക്ഷീണം കൊണ്ട് കയറി കിടന്നു, ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചിട്ടാണ് കിടന്നത്. ഇവൻ അവിടെ പോയി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, പകലെല്ലാം ആകെ ദേഷ്യം, ഇവൻ്റെ അകത്ത് ഇങ്ങനെ പക പൊങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തി അണഞ്ഞു ഫോണിനകത്ത്. ഇവൻ പോയി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടത് ബ്യൂട്ടിഫുൾ എന്നാണ്. ഇവനാ ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ഒറ്റയടി ചെവിക്കലിന്. അവൾ ചാടി എണീച്ച്, അച്ഛാ എന്തോ പറ്റിയെന്ന് ചോദിച്ചോ. പറഞ്ഞു, എടി എന്നെക്കാട്ടിക്കുള്ളൂ നീ ബ്യൂട്ടിഫുള്ളാന്ന് അടിച്ചത് ആരാടി? അവൻ ആരായാലും അവൻ എന്നെ കൊന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര ബഹളം. പെണ്ണാകെ ഞെട്ടി. അച്ഛാ എവിടെ ബ്യൂട്ടിഫുൾ വന്നത് നോക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ പിന്നെയും ലൈറ്റ് കെട്ടു. ഒന്നുകൂടെ ചാർജ് ചെയ്യാൻ കുത്തിയപ്പം ബാറ്ററി ഫുള്ളെന്നാ. ഫോണിനകത്ത് ബാറ്ററി പൊള്ളുന്നു. ഇവൻ്റെ ഈ പരവേശവും അവിവേകം കൊണ്ട് അവൻ ബ്യൂട്ടിഫുൾ എന്ന് കണ്ട് ഉറങ്ങിക്കിടന്ന കൊച്ചിനെ ചെവിക്കലിനടിച്ച് ആ കുടുംബം തകർന്നു കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് വിഷയം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തെക്കാൾ അധികം ആകരുത്.
സന്തോഷമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇന്നെല്ലാവർക്കും ഇതിനെക്കാട്ടി പ്രാധാന്യം, പുസ്തകത്തെക്കാട്ടി വേദപുസ്തകത്തെക്കാട്ടി പ്രാധാന്യം ഫേസ്ബുക്കിനും വാട്സപ്പിനും ട്വിറ്ററിനും എല്ലാം കൊടുത്തിട്ട് ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല, പിള്ളേർ അപ്പനോടും അമ്മയോടും മിണ്ടുന്നില്ല. ആകെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ ജനിച്ചിട്ട് കുടുംബങ്ങൾ തകരാതിരിക്കണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇനി ഒന്ന് രണ്ട് കാര്യം പറയാം.